ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ ക്ലാസ് സിക്സ്ത് സ്റ്റാൻഡേർഡ് സയൻസിൻ്റെ ക്ലാസ് ആണ്. ഫസ്റ്റ് ചാപ്റ്റർ കമ്പോണൻസ് ഓഫ് ഫുഡ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫുഡ് എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫുഡ് ഏതാ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെ ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്, അതിൻ്റെ ലിസ്റ്റൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ വ്യത്യസ്ത പാർട്സ് ഓഫ് ഇന്ത്യയിൽ ഓരോ സ്ഥലങ്ങളിലും എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് ഉള്ളത്, അതൊക്കെ നമ്മൾ മാപ്പൊക്കെ നോക്കി മാർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്ക് എന്താണ് ഒരു ഫുഡ്? ഒരു മീൽ എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു നേരത്തെ ഒരു ഫുഡ് എന്ന് പറയുന്നത് ഒരു മീൽ അല്ലേ? ആ മീലിൽ എന്തൊക്കെ കാണും? ചില സ്ഥലങ്ങളിൽ ഇപ്പം ഇന്ത്യയിൽ ഇപ്പം നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയൊക്കെ പോവാണെങ്കിൽ അവിടെ കൂടുതൽ ചപ്പാത്തി ആയിരിക്കും അല്ലേ? ചപ്പാത്തി, ഡാല്, ബ്രിഞ്ചാൽ കറി. ഡാൽ എന്താണ്? നമ്മുടെ പരിപ്പ് കറിയാണ്. നമുക്കത് അത്ര സുഖിക്കില്ല അല്ലേ? നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ചിക്കൻ തന്നെ വേണം അല്ലേ? അപ്പോൾ അനദർ മേ ബി നമ്മുടെ നാട്ടിലെ പോലെ റൈസ്, സാമ്പാർ അല്ലെങ്കിൽ വെജിറ്റബിൾസ് അങ്ങനെ ഒരുപാട് കറികളും ഒക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ അപ്പവും ഫിഷ് കറിയും വെജിറ്റബിൾസ് കറിയും അല്ലെങ്കിൽ മീറ്റ് കറിയും അങ്ങനെയൊക്കെയാണ് ഒരു മീലെന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ആക്ടിവിറ്റി ചെയ്താലോ? നമ്മുടെ മീൽസിൽ നമ്മൾ കഴിക്കുന്ന മീൽസിൽ നമ്മൾ ഓരോ എക്സാമ്പിൾസ് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ അറ്റ്ലീസ്റ്റ് ഒരു ഐറ്റം എന്തായിരിക്കും? ഗ്രെയിൻ ആയിരിക്കും അല്ലേ? എന്താണ് ഗ്രെയിൻ? ധാന്യമാണ്. ഇപ്പം നമ്മൾ കഴിക്കുമ്പോൾ കൂടുതലും നമ്മൾ ചോറാണ് കഴിക്കുന്നത് അല്ലേ? അപ്പോൾ റൈസ് ആണ് ഗ്രെയിൻ. പിന്നെ ഗോതമ്പ് ഇതെല്ലാം ഗ്രെയിനിൽ വരും. അതുപോലെ തന്നെ കോൺ, ചോളം ഇതെല്ലാം എന്താണ്? ഗ്രെയിൻ ഐറ്റമാണ്, ധാന്യ ഐറ്റങ്ങളാണ് അല്ലേ? അപ്പോൾ അറ്റ്ലീസ്റ്റ് വൺ എന്തായിരിക്കും? ഗ്രെയിൻ ആയിരിക്കും. അതൊരു ഐറ്റം എന്തൊക്കെ വരാം? ഒരു പരിപ്പ് കറി. നോർത്ത് ഇന്ത്യ ഞാൻ പറഞ്ഞു, നോർത്ത് ഇന്ത്യയിൽ കൂടുതൽ പരിപ്പ് കറിയാണല്ലേ? അപ്പോൾ ഡാൽ കറിയാവാം, അല്ലെങ്കിൽ മീറ്റ് ഏതെങ്കിലും മീറ്റ് കറിയാവാം, അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആകാം, അല്ലെങ്കിൽ ഫിഷ് ആകാം. പിന്നെ അതർ ഐറ്റം എന്തൊക്കെയാണ്? പിക്കിൾസ്, കേർഡ്, ബട്ടർ മിൽക്ക് ഇതെല്ലാം അതർ ഐറ്റംസ് ആയിട്ട് വരും. ഇപ്പം നമ്മുടെ ആക്ടിവിറ്റി എന്താണ്? ഡിഫറെൻറ്റ് റീജിയൻ എഴുതുക. നമ്മുടെ ഏതെങ്കിലും ഒരു മീൽ സെലക്ട് ചെയ്തിട്ട് ആ മീലിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്, ഗ്രെയിൻ ഐറ്റം ഏതാണ്, അതല്ലെങ്കിൽ ഡാൽ ഓർ മീറ്റ് ഉണ്ടോ, വെജിറ്റബിൾസ് ഉണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പൊ ഇവിടെ രണ്ടെണ്ണം കൊടുത്തിരിക്കുന്നു. പഞ്ചാബിന്റെ ആന്ധ്രാപ്രദേശിന്റെ ആണ് നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ പഞ്ചാബിന്റെ ആന്ധ്രാപ്രദേശിന്റെ അവർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഗ്രെയിൻ ഐറ്റം ഏതാണ്, ഡാൽ ഐറ്റം ഏതാണ്, വെജിറ്റബിൾ ഐറ്റം ഏതാണ്, അതർ ഐറ്റംസ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനാണ് കേട്ടോ ഈ ലാസ്റ്റത്തെ ഈ കോളം ഫില്ല് ചെയ്തത്. ഇനി നിങ്ങളൊരു മീല് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ ഗ്രെയിൻ ഐറ്റം ഏതൊക്കെയാണെന്ന് ഇതിനകത്ത് എഴുതണം. അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. നിങ്ങൾ ഏത് ഫുഡാ സെലക്ട് ചെയ്തതെന്ന് അറിയാമല്ലോ. ഇപ്പൊ ഞാൻ റൈസ് ആണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഐറ്റം എന്റെ ഗ്രെയിൻ എന്താണ്? റൈസ് ആണ് അല്ലെ? ഇനി എനിക്ക് പരിപ്പ് കറിയാണെന്ന് വിചാരിച്ചു. ഐറ്റം ഓഫ് ഡാൽ എന്താണ്? ഡാൽ കറിയാണ്, പരിപ്പ് കറി. വെജിറ്റബിൾസ് ആയിട്ട് സാമ്പാറുണ്ട്, അവിയലുണ്ട്. അതേഴ്സ് ആയിട്ട് പിക്കിൾസ്, പപ്പടം ഇതെല്ലാമാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്താണ് ഏതാണ്? ഇപ്പം ചപ്പാത്തിയും ചിക്കൻ കറിയാണ്, അല്ലെങ്കിൽ ചപ്പാത്തിയും വെജിറ്റബിൾസ് കറിയും മിൽക്കും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അതിന്റെ കോളത്തിൽ എഴുതി വെക്കുക. ജസ്റ്റ് ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് ഈ ഫുഡ് ഐറ്റംസിനെ കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ആക്ടിവിറ്റി ആണ്. ഓക്കെ. ഇനി എന്നും നമ്മൾ ഈ എല്ലാ മീൽസിലും ഈ വെജിറ്റബിൾസും എല്ലാം കാണുമോ? ഇല്ല അല്ലേ? നമ്മൾ ഓരോ ഇപ്പൊ ട്രാവലിങ്ങിലാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്താണ്, നമ്മൾ ആ പോകുന്ന വഴിയിൽ നമുക്ക് എന്താണോ കിട്ടുന്നത് അതേ നമ്മൾ കഴിക്കുള്ളൂ. ചിലപ്പോൾ അതൊരു ബ്രെഡ് ആകാം, അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് കേക്ക് ആകാം. അങ്ങനെയുള്ള ചെറുതായിട്ട് നമ്മൾ ട്രാവലിങ്ങിൽ പോകുമ്പോൾ കിട്ടുന്നതാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഓരോ മീലിനും എന്താണ്, ഓരോ സ്ഥലം വെച്ചിട്ടും നമ്മുടെ അവൈലബിലിറ്റി വെച്ചിട്ടും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മീൽസ് ആണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഒരു മീൽസിൽ തന്നെ എത്ര ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഐറ്റംസ് ആണ് ഉള്ളത് അല്ലേ? ഇനി ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണോ നമ്മുടെ ബോഡിക്ക്? ഡിഫറെന്റ് ഫുഡ് എന്തിനാണ് നമ്മൾ കഴിക്കുന്നത്? എന്തിനാണ് നമ്മൾ ഗ്രെയിൻ ഐറ്റം കഴിക്കുന്നത്? എന്തിനാണ് നമ്മൾ പാല് കുടിക്കുന്നത്? അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റംസ് എന്തിനാണ് നമ്മൾ കഴിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കറിയാമോ ഓരോ ഡിഷിലും ഇപ്പം ഏതൊരു ഡിഷ് എടുത്താലും അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്നോ അല്ലെങ്കിൽ ഒന്നിലധികം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് അല്ലേ? അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്ക് പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നുമാണ് കിട്ടുന്നത്. ഇപ്പൊ എഗ് ആണെങ്കിൽ നമുക്ക് ആനിമൽസിൽ നിന്ന് കിട്ടുന്നു, മീറ്റ് ആണെങ്കിൽ ആനിമൽസിൽ നിന്ന് കിട്ടുന്നു. അതുപോലെ ഗ്രെയിൻ, റൈസ്, ഗോതമ്പ് ഇതൊക്കെ നമുക്ക് എവിടെ നിന്നാണ്? പ്ലാന്റ്സിൽ നിന്നാണ് കിട്ടുന്നത്. വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് പ്ലാന്റ്സിൽ നിന്നല്ലേ കിട്ടുന്നത്. ഇനി ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ആവശ്യമാണോ? അതെ, നമ്മുടെ ബോഡിക്ക് ഈ ഓരോ കമ്പോണൻസും നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ളതാണ്.
മനസ്സിലായോ? ഈ കമ്പോണൻസിന് വിളിക്കുന്ന പേരാണ് ന്യൂട്രിയൻസ്. നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമായിട്ട് ആ, വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമുക്ക് ഫുഡിൽ നിന്നും കിട്ടുന്നത്. അപ്പോൾ അതിനെ എന്താണ് വിളിക്കുന്നത്? ന്യൂട്രിയൻസ് എന്നാണ് വിളിക്കുന്നത്. മനസ്സിലായോ? ദീസ് ഇൻഗ്രീഡിയൻസ് കണ്ടെയ്ൻ സം കമ്പോണൻസ് ദാറ്റ് ആർ നീഡഡ് ബൈ അവർ ബോഡി. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള കമ്പോണൻസ്, ഫുഡിൽ നിന്ന് കിട്ടുന്ന കമ്പോണൻസിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ന്യൂട്രിയൻസ്. മറക്കത്തില്ലല്ലോ. ഇനി മേജർ ന്യൂട്രിയൻസ് ഇൻ അവർ ഫുഡ്, നമ്മുടെ ഫുഡിലുള്ള മേജർ ആയിട്ടുള്ള ന്യൂട്രിയൻസിനെ വിളിക്കുന്ന പേരെന്താണെന്നറിയാമോ? ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്. അതിൽ നമ്മൾ പ്രധാനമായിട്ടും കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വൈറ്റമിൻസ്, മിനറൽസ് ഇവരൊക്കെയാണ് നമ്മുടെ പ്രധാന ന്യൂട്രിയൻസ്. ഏതൊക്കെയാണ്? ഒന്നും കൂടെ എൻ്റെ കൂടെ പറഞ്ഞേ. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്, വൈറ്റമിൻസ് അല്ലെങ്കിൽ വിറ്റാമിൻസ് ആൻഡ് മിനറൽസ്. അപ്പൊ ഇത്രയും പ്രധാന ന്യൂട്രിയൻസ് ആണ് നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്നത്. ഇനി അതുപോലെ തന്നെ ഇത് മാത്രമല്ല, ഫുഡ് കണ്ടെയ്ൻ ഡയറ്ററി ഫൈബേഴ്സ് ആൻഡ് വാട്ടർ വിച്ച് ഓൾസോ നീഡഡ് ബൈ അവർ ബോഡി. അപ്പോൾ നമുക്ക് വാട്ടർ ആവശ്യമാണ്, ഫൈബർ ആവശ്യമാണ്. ഇത് നമുക്ക് എന്ത് കിട്ടുന്നു? ഫുഡിൽ നിന്ന് കിട്ടുന്നു. മനസ്സിലായോ? ഇനി എല്ലാ ഫുഡിലും ഈ പറഞ്ഞ എല്ലാ ന്യൂട്രിയൻസും ഉണ്ടോ? അപ്പൊ നമ്മൾ പറഞ്ഞ ന്യൂട്രിയൻസ് ഏതാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്. ഇതെല്ലാം തന്നെ എല്ലാ ഫുഡിലും ഉണ്ടോ? അതിനാണ് നമ്മൾ ന്യൂട്രിയന്റ് ടെസ്റ്റ് നടത്തുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂട്രിയന്റ് ടെസ്റ്റ് ആണ്. മനസ്സിലായോ? പ്രധാനമായിട്ടും ടെസ്റ്റ് ഫോർ ദ പ്രസൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് ആർ സിംപ്ലർ ടു ഡു കമ്പയർ ടു ദ ടെസ്റ്റ് ഫോർ അതർ ന്യൂട്രിയൻസ്. അതിന് നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയാമോ? ഈ ടെസ്റ്റിന് നമ്മുടെ കയ്യിൽ ഒരു അയഡിൻ സൊല്യൂഷൻ വേണം, ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ വേണം, അതുപോലെ തന്നെ കോസ്റ്റിക് സോഡയും വേണം. എന്തൊക്കെ വേണം നമുക്ക് ഈ ന്യൂട്രിയന്റ് ടെസ്റ്റ് നടത്താൻ? അയഡിൻ വേണം, അയഡിൻ്റെ ഒരു സൊല്യൂഷൻ ഓഫ് അയഡിൻ വേണം, കോപ്പർ സൾഫേറ്റ് വേണം, അതുപോലെ തന്നെ കോസ്റ്റിക് സോഡ വേണം. മറക്കത്തില്ലല്ലോ. ഇനി നമുക്ക് യു വിൽ ഓൾസോ നീഡ് എ ഫ്യൂ ടെസ്റ്റ് ട്യൂബ് ആൻഡ് ഡ്രോപ്പർ. നമുക്കൊരു ടെസ്റ്റ് ട്യൂബും വേണം, അതുപോലെ തന്നെ ഡ്രോപ്പർ, ഇതിങ്ങനെ ഇടാനുള്ള ഡ്രോപ്പറും വേണം. മനസ്സിലായോ? ഇനി ട്രൈ ദീസ് ടെസ്റ്റ് ഓൺ കുക്ക്ഡ് ഫുഡ് ഐറ്റം ആസ് വെൽ ആസ് റോ മെറ്റീരിയൽസ്. നമുക്ക് ഈ ടെസ്റ്റ് കുക്ക്ഡ് ഫുഡ് ഐറ്റംസിലും അതുപോലെ തന്നെ റോ മെറ്റീരിയൽസിലും നമുക്ക് നോക്കണം. ഇനി വളരെ കെയർഫുൾ ആയിട്ട് വേണം കേട്ടോ ടെസ്റ്റ് ഒക്കെ നടത്താൻ. അത് കെമിക്കൽ ഒന്നും ഈറ്റ് ചെയ്യോ, ടേസ്റ്റ് നോക്കോ, സ്മെല്ല് ചെയ്യോ ഒന്നും ചെയ്യരുത്. മനസ്സിലായോ? ഇനി നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് ഈ സൊല്യൂഷൻ ഇതൊന്നും നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? അയഡിൻ സൊല്യൂഷൻ വേണം, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ വേണം, കോസ്റ്റിക് സോഡ വേണം. ഇതൊന്നും റെഡിമെയ്ഡ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ടീച്ചർമാരത് പ്രിപ്പയർ ചെയ്ത് തരും കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ അയഡിൻ സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? അയഡിനും വാട്ടറും കൂടെ മിക്സ് ചെയ്യണം. അതുപോലെ തന്നെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ഡിസോൾവിങ് 2 gram ഓഫ് കോപ്പർ സൾഫേറ്റ് 100 ml വാട്ടറിൽ മിക്സ് ചെയ്താൽ, ഡിസോൾവ് ചെയ്യിപ്പിച്ചാൽ നമുക്ക് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ കിട്ടും. അതുപോലെ 10 gram ഓഫ് കോസ്റ്റിക് സോഡ എന്ത് ചെയ്യണം? 100 ml വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കുമ്പോൾ നമുക്ക് കോസ്റ്റിക് സോഡയുടെയും സൊല്യൂഷൻ കിട്ടും. സൊല്യൂഷൻ എന്താണ്? വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നതിനാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണോ അതിന്റെ അപ്പോൾ അയഡിൻ ആണെങ്കിൽ അയഡിൻ എന്ത് ചെയ്യുക? സൊല്യൂഷൻ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുക. കോപ്പർ സൾഫേറ്റ് ആണെങ്കിൽ അതും വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കുമ്പോൾ അതിന്റെ സൊല്യൂഷൻ കിട്ടും. ഇതിനൊക്കെ ഓരോ അളവൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ടീച്ചർമാർ നിങ്ങൾക്ക് ചെയ്തു തരും. നിങ്ങൾ കൊച്ചുകുട്ടികളല്ലേ. ഇനി കാർബോഹൈഡ്രേറ്റിന്റെ ടെസ്റ്റ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഒരു മെനി ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സുകൾ ഉണ്ട്. ദർ ആർ മെനി ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് പഠിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു മെയിൻ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ഫുഡിലൊക്കെ ഉള്ള ആളാണ് സ്റ്റാർച്ച് എന്ന് പറയും. എന്താണ്? സ്റ്റാർച്ച് ആൻഡ് ഷുഗേഴ്സ്. അപ്പോൾ ഒരു സിമ്പിൾ കാർബോഹൈഡ്രേറ്റിന് എക്സാമ്പിൾ എന്താണ്? സ്റ്റാർച്ച് ആൻഡ് ഷുഗർ. ദ മെയിൻ കാർബോഹൈഡ്രേറ്റ് ഫൗണ്ട് ഇൻ അവർ ഫുഡ് ആർ ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച് ആൻഡ് ഷുഗർ. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഫുഡിൽ എങ്ങനെയാണ് കാണുന്നത്? സ്റ്റാർച്ചും ഷുഗറും ആയിട്ടാണ് കാണുന്നത്. നമുക്കിതൊക്കെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നത് ഇഷ്ടമാണോ? ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് ഇഷ്ടമാണോ?
ആ അങ്ങനെയുള്ളവർക്ക് നമുക്കൊരു ആക്ടിവിറ്റി, അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി, രണ്ടാമത്തെ ആക്ടിവിറ്റി നമ്മൾ ചെയ്യാൻ പോവാണ്. അത് കാർബോഹൈഡ്രേറ്റിന്റെ ടെസ്റ്റ് ആണ്. ഒരു സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ഫുഡിലുള്ള എന്താണ്? സ്റ്റാർച്ച് ആണ് അല്ലേ? സ്റ്റാർച്ച് ആയിട്ടുള്ള രീതിയിലാണ് ഫുഡിൽ പ്രധാനമായിട്ടും കാർബോഹൈഡ്രേറ്റ് കാണുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ടെസ്റ്റ് ഫോർ സ്റ്റാർച്ച് നോക്കുകയാണ്. സ്റ്റാർച്ച് എന്താണ്? ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. മറക്കല്ലേ, എടുത്തെടുത്ത് പറയുന്നത് എന്തിനാണെന്നറിയാവോ? നിങ്ങളുടെ മൈൻഡിൽ പെട്ടെന്ന് കയറാൻ വേണ്ടിയാണ്. മനസ്സിലായോ? ഇനി നമ്മൾ ആക്ടിവിറ്റി ചെയ്യാൻ പോവാണ്. ഒരു സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഐറ്റം എടുക്കുക, അല്ലെങ്കിൽ അതിന്റെ റോ ഇൻഗ്രീഡിയന്റ് എടുക്കുക. എടുത്തിട്ട് അതിലേക്ക് 2-3 ഡ്രോപ്സ് ഓഫ് ഡൈല്യൂട്ട് അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്യണം. നമ്മുടെ കയ്യിൽ ഡ്രോപ്പർ ഇല്ലേ, അതിൽ നിന്ന് 2-3 ഡ്രോപ്പ് എടുത്തിട്ട് അയഡിൻ സൊല്യൂഷൻ എടുത്തിട്ട്, നമുക്ക് അയഡിൻ സൊല്യൂഷൻ വേണമല്ലോ, ഈ അയഡിൻ സൊല്യൂഷൻ എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. കണ്ടോ ആഡ് ചെയ്തിരിക്കുന്നത്? അപ്പൊ നിങ്ങൾ നോക്കണം അതിനകത്ത് കളർ ചേഞ്ചസ് എന്താണെന്ന് നോക്കണം. കണ്ടോ ഈ കുട്ടി ചെയ്യുന്നേ? അപ്പോ നിങ്ങൾക്ക് ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് കളറാണ് കിട്ടുന്നതെങ്കിൽ അതിൽ എന്തുണ്ട്? സ്റ്റാർച്ച് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ബ്ലൂ ബ്ലാക്ക് കളർ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ് കണ്ടെയ്ൻസ് സ്റ്റാർച്ച്. മറക്കത്തില്ലല്ലോ. അപ്പൊ എന്താണ് ഇവിടെ എടുത്ത റിയേജന്റ്? റിയേജന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച കെമിക്കൽ ഏതാണെന്നാണ്. അപ്പൊ നമ്മൾ ഫുഡ് ഐറ്റം എടുത്തു, അതിലേക്ക് നമ്മൾ എടുത്ത റിയേജന്റ് അല്ലെങ്കിൽ നമ്മൾ എടുത്ത കെമിക്കൽ എന്താണ്? അയഡിൻ സൊല്യൂഷൻ ആണ്. അയഡിൻ സൊല്യൂഷൻ ഒഴിച്ചപ്പോൾ ഒരു ബ്ലൂ ബ്ലാക്ക് കളർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്താണ്? സ്റ്റാർച്ച് ആണ്. ഇനി നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് വെച്ചിട്ട് ഈ ടെസ്റ്റ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ കയ്യിൽ വേണ്ടത് എന്താണ്? അയഡിൻ സൊല്യൂഷൻ ആണ്. അയഡിൻ സൊല്യൂഷൻ വെച്ചിട്ട് ഓരോ ഡിഫറെന്റ് ഫുഡിൽ സ്റ്റാർച്ച് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ടെസ്റ്റ് എന്താണ്? ടെസ്റ്റ് ഫോർ പ്രോട്ടീൻ ആണ്. അപ്പൊ അടുത്ത ന്യൂട്രിയന്റ് എന്താണ്? പ്രോട്ടീന്റെ ടെസ്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതും അതുപോലെ തന്നെ വളരെ എളുപ്പമാണ്. ഇതിന് നമുക്ക് വേണ്ടത് അയഡിൻ സൊല്യൂഷൻ അല്ല, പകരം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും കോസ്റ്റിക് സോഡയാണ് നമുക്ക് വേണ്ടത്. എന്താണ്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും കോസ്റ്റിക് സോഡയും. നമ്മൾ കുറച്ച് ഫുഡ് എടുക്കുക, സ്മോൾ ക്വാണ്ടിറ്റി ഫുഡ് എടുത്താൽ മതി കേട്ടോ. ഇനി ഈ ഫുഡ് കട്ടിയുള്ള ഫുഡാണെങ്കിൽ, സോളിഡ് ആയിട്ടുള്ള, ലിക്വിഡ് അല്ലാത്ത സോളിഡ് ആയിട്ടുള്ള ഫുഡ് ആണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഒന്നെങ്കിൽ അതിനെ പേസ്റ്റ് ആക്കി മാറ്റുക, അല്ലെങ്കിൽ പൗഡർ ആക്കി മാറ്റുക, അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ മാഷ് ചെയ്തിട്ട് അതൊരു സ്മോൾ ക്വാണ്ടിറ്റി ഫുഡ് ഐറ്റം എടുക്കുക. ഒരു ചെറിയ ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. എന്നിട്ട് അതിലേക്ക് 10 ഡ്രോപ്സ് ഓഫ് വാട്ടർ ആഡ് ചെയ്ത് നന്നായിട്ട് ഷേക്ക് ചെയ്യുക. മനസ്സിലായോ? ഫുഡ് എടുക്കുക, ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക, ടെസ്റ്റ് ട്യൂബിലേക്ക് 10 ഡ്രോപ്സ് ഓഫ് വാട്ടർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അതൊന്ന് സൊല്യൂഷൻ പോലെ നന്നായിട്ട് ഷേക്ക് ചെയ്യുക. എന്നിട്ട് ഡ്രോപ്പർ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ഡ്രോപ്സ് ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും 10 ഡ്രോപ്സ് ഓഫ് കോസ്റ്റിക് സോഡ എടുക്കുക. നമ്മുടെ കയ്യിലുള്ള കെമിക്കൽ ഏതാണ്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും കോസ്റ്റിക് സോഡ. ആദ്യം ഫുഡ് എടുത്തു, അത് പൊടിച്ചു അല്ലെങ്കിൽ അരച്ചെടുത്തു, ചെറിയ ടെസ്റ്റ് ട്യൂബിൽ ഇട്ടു, അതിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് അതിനെ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള കെമിക്കൽ ആഡ് ചെയ്യണം. എന്തൊക്കെയാണ്? 2 ഡ്രോപ്സ് ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും 10 ഡ്രോപ്സ് ഓഫ് കോസ്റ്റിക് സോഡയും. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഷെയ്ക്ക് ചെയ്യുക. ഷെയ്ക്ക് ചെയ്തിട്ട് കുറച്ച് നേരം ആ ടെസ്റ്റ് ട്യൂബ് സ്റ്റാൻഡ് ചെയ്യുക, ഒന്ന് റെസ്റ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമുക്ക് അതിലൊരു കളർ ചേഞ്ചസ് കാണാൻ സാധിക്കും. എന്ത് കളറാണ്? ഒരു ടെസ്റ്റ് ട്യൂബിൽ വയലറ്റ് കളർ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തിന്റെ പ്രസൻസ് ഉണ്ട്? പ്രോട്ടീന്റെ പ്രസൻസ് ഉണ്ട്. അപ്പൊ ആ ഫുഡിൽ പ്രോട്ടീൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ ആയോ? ഇനി ഡിഫറെന്റ് ഫുഡ് ഐറ്റംസ് വെച്ചിട്ട് നമുക്കത് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഫാറ്റിന്റെ ടെസ്റ്റും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പൊ ടെസ്റ്റ് ഫോർ ഫാറ്റ് നോക്കിയാലോ? ഈ ടെസ്റ്റ് ഫോർ ഫാറ്റ് വളരെ എളുപ്പമാണ് കേട്ടോ. ഇതുപോലെ ഒന്നും കെമിക്കലിന്റെ ആവശ്യമില്ല, വളരെ എളുപ്പമാണ്. നിങ്ങൾ ഒരു സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഐറ്റം എടുത്തിട്ട് അതൊരു പീസ് ഓഫ് പേപ്പറിൽ എന്ത് ചെയ്യുക? റാപ്പ് ചെയ്യുക. എന്നിട്ട് അതിനെ ക്രഷ് ചെയ്യുക. ഓക്കെ, ഒരു സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് എടുക്കുക, എന്നിട്ട് ഒരു പീസ് ഓഫ് പേപ്പറിൽ അത് റാപ്പ് ചെയ്യുക, എന്നിട്ട് ക്രഷ് ചെയ്യുക. ഓർത്തോണം, ആ പേപ്പർ കീറാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ആ പേപ്പർ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നിവർത്തി വെക്കുമ്പോൾ അതിലിങ്ങനെ ഓയിലി പാച്ചസ് കാണുന്നുണ്ടെങ്കിൽ അതിലെന്തുണ്ട്? ഫാറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ ഓയിൽ പോലെ. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും കടയിൽ നിന്നൊക്കെ ഫുഡ് ഐറ്റം മേടിച്ചുകൊണ്ട് വരുമ്പോൾ അതിൽ വെക്കുന്ന ഒരു ബട്ടർ പേപ്പർ പോലെ പേപ്പർ ഇല്ലേ? അപ്പൊ അതിനകത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഓയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത്? അതുപോലെ ഓയിൽ പാച്ച് ഉണ്ടെങ്കിൽ അതിൽ എന്തുണ്ട്? ഫാറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഈ പേപ്പർ ഒരു ലൈറ്റിന് എഗൻസ്റ്റ് ആയിട്ട് വെക്കുമ്പോൾ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ഫെയിന്റ് ആയിട്ട് നമുക്ക് അതിൽ കൂടെ കാണുന്നുണ്ടെങ്കിൽ എന്താണ്? അവിടെ ഫാറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ആ ഫുഡിൽ ഫാറ്റ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി ചിലപ്പോൾ
നമ്മൾ ഈ പേപ്പറിനകത്ത് ഈ നമ്മുടെ എടുത്തിരിക്കുന്ന ഫുഡിൽ വാട്ടർ ഉണ്ടെങ്കിലും ഇങ്ങനെ നനവ് പോലെ കാണാൻ സാധിക്കും. അപ്പൊ എന്ത് ചെയ്യണം? വാട്ടർ ആണോ എന്നറിയാൻ വേണ്ടി ഇത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്യാൻ, അതായത് ഉണങ്ങാൻ വെക്കണം. അപ്പൊ എന്താവും? വാട്ടർ ഉണ്ടെങ്കിൽ അത് ഡ്രൈ ആയിട്ട് അങ്ങ് പൊക്കോളും. എന്നാലും ഫാറ്റ് ഉള്ള ഈ ഒരു ഓയിലി പാച്ച് അങ്ങനെ ഡ്രൈ ആയാലും പോകില്ല. ഇനി ഫാറ്റ് ഇല്ലാത്ത ഫുഡാണെങ്കില് അത് ഡ്രൈ ചെയ്യാൻ വെക്കുമ്പഴത്തേക്കും അവിടെ ഓയിൽ പാച്ചസ് കാണുന്നില്ല. അതിനർത്ഥം എന്താണ്? ആ ഫുഡില് ഫാറ്റ് കാണില്ല എന്നാണ് അർത്ഥം മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? ആ ഇനി നമുക്ക് ആ ടേബിള് ഫില്ല് ചെയ്താലോ? ദാ ന്യൂട്രിയൻസ് പ്രസന്റ് ഇൻ സം ഫുഡ് ഐറ്റംസ്. ഇപ്പൊ റോ പൊട്ടറ്റോ അതിലാണെങ്കിൽ സ്റ്റാർച്ച് ഉണ്ട്. പൊട്ടറ്റോയില് സ്റ്റാർച്ച് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇനി മിൽക്ക് ആണെങ്കിൽ അവിടെ പ്രോട്ടീൻ ആണ്. മിൽക്കിനകത്ത് എന്താണുള്ളത്? പ്രോട്ടീൻ ആണ്. ഗ്രൗണ്ട് നട്ടിൽ എന്താണുള്ളത്? ഫാറ്റ് ആണ്. മനസ്സിലായോ? ഇനി അൺകുക്ക്ഡ് പൗഡേർഡ് റൈസ്. റൈസിൽ എപ്പോഴും ഓർത്തോണം നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അതായത് സ്റ്റാർച്ച് ഉണ്ട്. കുക്ക്ഡ് റൈസ് ആണെങ്കിലും അവിടെയും സ്റ്റാർച്ച് ഉണ്ട്. ഇനി ഡ്രൈ കോക്കനട്ട്. ഡ്രൈ കോക്കനട്ടിൽ ഉള്ളത് എന്താണെന്നറിയോ? ഫാറ്റ് ആണ്. പൊതുവെ ഈ ഗ്രൗണ്ട് നട്ട്, ഡ്രൈ കോക്കനട്ട് ഇവരൊക്കെ എന്താണ്? നമുക്ക് ഓയിൽ തരുന്നതാണ് അല്ലേ അതിനകത്തുനിന്ന്. അപ്പോൾ അതിലെന്തുണ്ട്? ഫാറ്റ് പ്രസന്റ് ആണ്. ഇനി അൺകുക്ക്ഡ് ആയിട്ടുള്ള ടൂർ ദാൽ. ദാൽ എന്ന് പറഞ്ഞാൽ അതെന്താണ്? പരിപ്പാണ് അല്ലേ. അപ്പൊ അത് പൗഡേർഡിനകത്താണെങ്കിലും സ്റ്റാർച്ചും ഉണ്ട്, അതുപോലെ തന്നെ പ്രോട്ടീനും ഉണ്ട്. ഇനി കുക്ക്ഡ് ഡാലിലാണെങ്കിലും സ്റ്റാർച്ചും ഉണ്ട്, പ്രോട്ടീനും ഉണ്ട്. ഇനി എ സ്ലൈസ് ഓഫ് എനി വെജിറ്റബിൾ. ഏത് വെജിറ്റബിൾ എടുത്താലും അതിൽ എന്തുണ്ട്? അതില് സ്റ്റാർച്ച് ഉണ്ട്. അതുപോലെ തന്നെ സ്ലൈസ് ഓഫ് എനി ഫ്രൂട്ട് എടുത്താലും അതിൽ എന്തുണ്ട്? സ്റ്റാർച്ച് ഉണ്ട്. ഇനി ബോയിൽഡ് എഗ് ആണെങ്കിലോ? ബോയിൽഡ് എഗ് ആണെങ്കിൽ അതിൽ പ്രോട്ടീനും ഉണ്ട്, അതുപോലെ തന്നെ ഫാറ്റും ഉണ്ട്. മനസ്സിലായോ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? എല്ലാ ഫുഡിലും എല്ലാ ന്യൂട്രിയൻസും ഉണ്ടോ? ഉം. അതാണ് നമ്മൾ ഈ ടെസ്റ്റ് വഴി നമുക്ക് മനസ്സിലായത്. ചില ഫുഡിലൊക്കെ എല്ലാ ന്യൂട്രിയൻസും കാണില്ല. ചില ഫുഡില് എല്ലാ ന്യൂട്രിയൻസും ഉള്ള ഫുഡുണ്ട്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഏതൊക്കെ ടെസ്റ്റ് നടത്തി? കാർബോഹൈഡ്രേറ്റ് നടത്തി, പ്രോട്ടീൻ നടത്തി, ഫാറ്റ് നടത്തി. ഇനി മറ്റ് 2 ന്യൂട്രിയൻസ് ഏതായിരുന്നു? വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഇനി എന്തിനാണ് ഈ ന്യൂട്രിയൻസ് നമുക്ക് വേണ്ടത്? നമുക്ക് എന്തിനാണ് ഈ ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിക്ക് വേണ്ടത് എന്നാണ് നമ്മൾ അടുത്ത പോർഷനിൽ നോക്കാൻ പോകുന്നത്. അത് നമുക്ക് അടുത്ത പാർട്ട് വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് വന്നാൽ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? അപ്പൊ നമുക്കത് അടുത്ത പാർട്ട് ചെയ്യാം. അപ്പൊ മറക്കാതെ എല്ലാവരും നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഏത് ചാപ്റ്റർ ആണോ വേണ്ടത് അത് ജസ്റ്റ് കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇനി ഇങ്ങനെ വേണ്ട മിസ്, ഇത് ഇത്തിരി കൂടുതലായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, ഇത്ര എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, അങ്ങനെ നിങ്ങളുടെ എന്ത് സജഷൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമന്റ് ആയിട്ട് ഇടാം കേട്ടോ. അപ്പൊ താങ്ക് യു. നന്നായിട്ട് പഠിക്കൂ.